KPCC പുനഃസംഘടന നീളൻ പട്ടിക വെട്ടിയൊതുക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം. എല്ലാവരും ഭാരവാഹികളായാൽ അണികളായി ആര് കാണും? KPCC പുനഃസംഘടനയ്ക്കും DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിനുമുള്ള പട്ടിക വെട്ടിച്ചുരുക്കാൻ KPCC നേതൃത്വം തീരുമാനിച്ചു. ഇത് KPCCയുടെ തീരുമാനമല്ല. AICC നിർദ്ദേശപ്രകാരം പട്ടിക വെട്ടിച്ചുരുക്കാൻ വീണ്ടും ചർച്ച നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൽ പലവട്ടവും ദില്ലിയിൽ 3 ദിവസവും നടത്തിയ പുനഃസംഘടനാ ചർച്ച എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് അവസ്ഥ. എത്ര DCC അധ്യക്ഷന്മാരെ മാറ്റണമെന്നതിലും ഇനിയും തീർപ്പായിട്ടില്ല. പ്രധാന നേതാക്കളും MPമാരും പേരുകൾ നിർദ്ദേശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തിയ പട്ടികയുമായി AICC സമീപിച്ചു. പക്ഷേ നീളൻ പട്ടിക വെട്ടിയൊതുക്കാൻ മറുപടി കിട്ടിയത്. ഇതോടെ ദില്ലി ചർച്ച മതിയാക്കി നേതാക്കൾ കേരളത്തിലേക്ക് മടങ്ങി. ഇനി പട്ടിക ചുരുക്കാൻ ഇവിടെ ചർച്ച തുടങ്ങും. KPCC ഭാരവാഹികളെയും DCC അധ്യക്ഷന്മാരെയും നിശ്ചയിക്കാൻ മാനദണ്ഡമുണ്ടാക്കും. നേതാക്കൾ നിർദ്ദേശിച്ച പേരുകൾ മാനദണ്ഡം വെച്ച് പരിഗണിക്കും. പ്രവർത്തന മികവായിരിക്കണം മുഖ്യ മാനദണ്ഡമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. സാമുദായിക ഘടകങ്ങളും പരിഗണിക്കേണ്ടി വരും. MPമാരെ ഒന്നിച്ചു കണ്ട് അഭിപ്രായം കേൾക്കലായിരുന്നു ദില്ലി യാത്രയുടെ പ്രധാന ഉദ്ദേശമെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിൽ MPമാരുടെ എതിർപ്പും തർക്കവും ചർച്ച പ്രതിസന്ധിയിലാക്കി. KPCCയിലേക്ക് ജംബോ കമ്മിറ്റിക്കുള്ള നീക്കത്തിനും ദില്ലിയിൽ എതിർപ്പുണ്ടായി. ഇനി കേരളത്തിൽ നടക്കുന്ന ചർച്ചകളിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നത് കണ്ടറിയണം. എന്തായാലും പുതിയ KPCC നേതൃത്വം വിഷയത്തിൽ അന്തിമ തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷമാണ്. അതിനിടയിലാണ് DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിൽ MPമാരടക്കം അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. 9 DCC അധ്യക്ഷന്മാരെ മാറ്റാനായിരുന്നു ധാരണ. എന്നാൽ ഇതിൽ MPമാരെ കേട്ടതോടെ സ്ഥിതി മാറിയിരിക്കുകയാണ്. തൃശൂർ ഒഴികെ എല്ലായിടത്തും അധ്യക്ഷന്മാരെ മാറ്റണമെന്ന നിർദ്ദേശം ഉയർന്നതായാണ് പുതിയ റിപ്പോർട്ട്. എന്നാൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ DCC അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ല എന്ന നിലപാടിലാണ് K സുധാകരൻ. കൊല്ലം DCC അധ്യക്ഷനെ മാറ്റുന്നതിൽ കൊടിക്കുന്നിൽ സുരേഷും നേതൃത്വത്തോട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ദീപാദാസ് മുൻഷി, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, VD സതീശൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഘട്ടങ്ങളായി ചർച്ച നടത്തിയാലും തീരുമാനമായില്ല. KPCCയിൽ നിലവിലുള്ള ജനറൽ സെക്രട്ടറിമാർക്കൊപ്പം 20ഓളം പേരെ കൂട്ടിച്ചേർത്തും 80ഓളം സെക്രട്ടറിമാരെ പുതിയതായി നിയമിച്ചുമുള്ള ജംബോ പട്ടികയ്ക്കാണ് ഹൈക്കമാൻഡ് വടിയെടുത്തത്. ഇതിനിടയിൽ KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം ശശി തരൂർ MPയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പുനഃസംഘടന പൂർത്തിയാക്കാനുള്ള പിന്തുണ തേടിയതായി KPCC അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കി. രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുമായും MK രാഘവൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഷാഫി പറമ്പിൽ, K സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ എന്നീ MPമാരുമായും KPCC അധ്യക്ഷൻ ചർച്ചകൾ നടത്തിയിരുന്നു.